പ്രമാണങ്ങളും സങ്കീർത്തനങ്ങളും ആത്മാവിൽ ചേർത്ത് പിടിച്ച സിദ്ധനറായ സിദ്ധന്മാരുടെ അഭയവും ആശ്രയവുമായിരുന്നു മലനിരകൾ. ചരിത്രത്തിൻ്റെ കനൽ വഴികളിൽ അന്തരാളം പുകയുമ്പോഴും വിശ്വാസങ്ങൾ ചമച്ചെടുത്ത മൂർത്തഭാവങ്ങളെ ആത്മസമർപ്പണത്തിൻ്റെ അഭയവഴികളിൽ ഒരു ജാലിയായി ഇന്നും കെടാതെ സൂക്ഷിക്കുന്ന ആ മഹാസംസ്കൃതിയെ പ്രണമിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രയാണം തുടരുകയാണ് ആരാധനയുടെ ആദ്യാക്ഷരങ്ങളിലേക്ക്. എണ്ണശ്ശേരി മലനട മൂലസ്ഥാനം എണ്ണശ്ശേരി കൊട്ടാരത്തിലെ അപ്പൂപ്പനാണ്. ഇത് പൗരാണികമായ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ മലനട ക്ഷേത്രങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ഇവിടെ തന്നെയാണോ ഇവിടെയും പഴയ ഗോത്ര ആരാധനാക്രമത്തിൽ വരുന്ന അപ്പൂപ്പനെ മാത്രം ആരാധിച്ചു വരുന്ന ഒരു ക്ഷേത്രമാണിത്. ഊരാളി എന്നുള്ള സങ്കല്പം തന്നെ. ഇതിന്റെ പഴക്കം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇദ്ദേഹത്തിന് പറയാൻ കഴിയുന്നതായിട്ടുണ്ടോ? പഴക്കം കാര്യങ്ങൾ ഈ മലനട ഇരിക്കുന്നവര് ഇതുവഴിയാ വന്നതെന്നും ഇവിടെ വിശ്രമിച്ചു എന്നും അതാണ് ഈ കുടുംബ മൂല്യമായിട്ട് ഇവിടെ ഈ ഇവർ താമസമാവാനും 2500 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ചരിത്രമാണ്. ഇങ്ങനെ വടക്കം വഴി വന്ന് എണ്ണശ്ശേരി വിശ്രമിച്ചു. കലശക്കാരൻ പടിഞ്ഞാറ്റയിൽ നിന്ന് തെങ്ങേന്ന് കലശം കൊണ്ടുവന്ന് കൊടുത്ത് ദാഹത്തിന്. അങ്ങനെ ദാഹം കഴിഞ്ഞ് തെക്കോട്ട് വന്നാണ് അവിടെ എണ്ണശ്ശേരി മലനാട് ട്രാക്ക് ചെയ്യുന്നത്. അവിടെ വേറെ ദേവന്മാരുടെയൊക്കെ സൈഡുണ്ടായോണ്ട് നിങ്ങളവിടെ വിശ്രമിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള അവിടെ കൊണ്ട് തരാം എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ സമാധിയായി അവര് പണ്ടവര് വന്നവര്. സമാധിയായപ്പോൾ ഞങ്ങൾ അവിടുത്തെ കർമ്മികളായി. എണ്ണശ്ശേരി മലനടയിലെ കർമ്മികളായി. ഇത് എണ്ണശ്ശേരി മലനട കൊട്ടാരമാണ്. ഇവിടുത്തെ കർമ്മങ്ങളും പൂജകളും ഒക്കെ ഏത് മാസമാണ്? ഇവിടുത്തെ കുംഭമാസം മാർച്ച് മാസത്തിൽ വരും. മാർച്ച് 1-ാം തീയതി 3-ാം തീയതി ആയിരുന്നു ഇവിടുത്തെ ഉത്സവം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസം ഞായറോട് ഞായറിട്ട് മലയാള മാസം കണക്ക് കൂട്ടുമ്പോൾ കുംഭം 3-ാം ഞായറാഴ്ച ഉത്സവം, 2-ാം ഞായറാഴ്ച കൊടിയേറി 3-ാം ഞായറാഴ്ച ഉത്സവം. അപ്പോൾ ആ ദിവസങ്ങളെല്ലാം പൂജാകർമ്മങ്ങളുണ്ട്. ഒരു 1000 വർഷത്തിനും ഒക്കെ ഉള്ള പഴക്കം വരും. ഇതിനകത്തെ ആചാരം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഊരാളിയാണ് ഇവിടുത്തെ പൂജ അതികർമ്മങ്ങൾ നടത്തുന്നത്. 2-ാം ഞായറാഴ്ച കൊടിയേറി 3-ാം ഞായറാഴ്ച ഉത്സവമാണ്. ഉത്സവത്തിന് ഇവിടെ അടുത്തൊരു 2 കൊട്ടാരങ്ങളുണ്ട്. ഇവിടെ എണ്ണശ്ശേരി കൊട്ടാരം, കർത്തേരി കൊട്ടാരം, മേലേവീട്ടി കൊട്ടാരം, 2 കൊട്ടാരമുണ്ട്. അവിടുത്തെ ഊരായ്മ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അവിടുത്തെ എണ്ണശ്ശേരി കൊട്ടാരത്തിലെ പൂജാരിയാണ് ഇവിടുത്തെ പൂജ നടത്തുന്നതും. കർത്തേലിലെ ആളാണ് ഇവിടെ കലശത്തിന് വിളക്കെടുക്കുന്നത്. മേലെ വീട്ടിലെ മൂത്ത ആള് ഊരായ്മയാണ്. മേലെ വീട്ടിലെ ഏറ്റവും മൂത്ത ആളാണ് ഇപ്പം ഊരായ്മയായി നിൽക്കുന്നത്. അദ്ദേഹമാണ് അവിടെ നിന്ന് നേരെ വീട്ടിൽ നിന്നാണ് ക്ഷേത്ര ഊരാളിക്ക് പൂജ നടത്താനുള്ള അവകാശം എന്നുള്ള ലെവലിലാണ് രാവിലെ അവിടെ വിളക്കെടുത്ത് വരുന്ന ഒരു വടി കൊടുക്കും. ആ വടി മേടിച്ചു കഴിഞ്ഞാൽ പൂജാരിയായി അദ്ദേഹം. ഇവിടുത്തെ പൂജയ്ക്ക് അനുവാദം എന്നാണ്, അല്ലാതെ അദ്ദേഹം പൂജാരിയല്ലെന്നല്ല, അനുവാദമായി. അങ്ങനെ അവിടെ നിന്ന് കൊടിയും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടെ താളമേളങ്ങളോടുകൂടി ഇവിടെ വരും. വന്ന് ഞങ്ങൾ കൊടി ഏറും. ആ കൊടിയേറ് ഒരു വലിയ ചരിത്രമാണ്, ഒരു വലിയ ആഘോഷമാണ് ആ കൊടിയേറ്റ്. ആരാത്ത് 2 സൈഡിലും വലിച്ചു കെട്ടി 200 കൊടികൾ കാണും. 200 പുറത്തുള്ള കൊടികൾ തീർച്ചയായിട്ടും ആളുകൾ വരും. അപ്പം അത്ര കൊടികൾ കെട്ടി ഞങ്ങൾ വലിയ ആഘോഷമായിട്ട് കൊടി കെട്ടി രാവിലെ ഒരു 10-11 അത് നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉത്സവമാണ്. പിന്നെ കരയിലെ പ്രാദേശിക ഉത്സവമാണ്. ഓണം പോലെ ആഘോഷമുള്ള ഒരു ഉത്സവമാണ് ഇവിടുത്തെ ഉത്സവം. ദിവസത്തിൻ്റെ തലേന്ന് ശനിയാഴ്ച വെളുപ്പിന് ഒരു വിളക്കെഴുന്നള്ളിപ്പുണ്ട്. അത് ഇവിടുത്തെ പായിക്കാട്ട് എന്ന് പറയുന്ന വീടാണ്. അവിടുത്തെ ഈ പുലയ സമുദായത്തിൽ ഉൾപ്പെട്ട ആളുകളാണ് ആ വിളക്ക് അവിടുന്ന് കൊണ്ടുവന്ന് വളരെ ആചാരമായിട്ട് അവിടുന്ന് കൊണ്ടുവന്ന് കിലോമീറ്ററുകളൊന്നും നടന്ന് ഇവിടെ വന്ന് തെയ്യവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു 500 ആളുകൾ കാണും താലപ്പൊലിക്ക്. അങ്ങനെ വളരെ വിശേഷമായി വെളുപ്പാങ്കാലത്തെ വിളക്കുകൾ വരികയും ഞങ്ങളെല്ലാവരും അതിനെ സ്വീകരിക്കുകയും വളരെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായി അതിനെ ആചരിക്കുകയും ചെയ്യുകയാണ്. പിന്നെ ഇവിടുത്തെ വഴിപാടെന്ന് പറഞ്ഞാൽ കോഴി, ആട്, പട്ട്, അടുക്ക്, കള്ള്, കറുപ്പ് വച്ച ഇതൊക്കെയാണ് ഇവിടുത്തെ
വഴിപാടുകൾ. പിന്നെ പ്രത്യേകിച്ച് പിന്നെ പറയാന്ന് പറയാൻ പിന്നെ എല്ലാ ദിവസങ്ങളിലും ആൾക്കാരുടെ ഈ 8 ദിവസങ്ങളിലായിട്ടാണ് കൊടിയേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുന്ന 8 ദിവസങ്ങളിലും എല്ലാ കരക്കാരുടെയും ഇത് 5 കരക്കാരാണ്, 6 കരക്കാരാണ് ഇതിനകത്ത് പ്രാതിനിധ്യം കൊടുക്കുന്നത്. അവരുടെ എല്ലാ കരക്കാരിൽ നിന്നും പിന്നെ ശനിയാഴ്ച, അതായത് 7ാം ഉത്സവ ദിവസം പായിക്കാട്ട് തറയിൽ നിന്നും വിളക്കെടുപ്പ് മഹോത്സവം ഉണ്ടാകും. അതിവിടെ വരുമ്പോൾ ക്ഷേത്രത്തിൽ സ്വീകരിച്ച് പശ്ചാത്തലപൂർവ്വം ക്ഷേത്രത്തിൽ അവര് നമ്മൾ സ്വീകരിച്ച് ഇരുത്തുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും. കൂടാതെ അതിന്റെ കൂടെ തെയ്യവും ഒക്കെ ഉണ്ടായിരിക്കും. 7 ദിവസം അന്നദാനമുണ്ട്. പിന്നെ ഈ 8 ദിവസവും അന്നദാനവും പാരായണവും. ഇവിടുത്തെ പ്രധാന ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാള, പിന്നെ ഈ പൂജ സാധനങ്ങളായിട്ടുള്ള കറുപ്പ് കച്ച, പിന്നെ കള്ള്, പട്ട്, കോഴി, ആട് മുതലായ എല്ലാവിധ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്തി പോകുന്ന ഒരു മലനട ക്ഷേത്രമാണ് ഇന്നശ്ശേരി മലനട ക്ഷേത്രം. ഇവിടെ ദുശാസനാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ കൂടിയുള്ളത്.